മുതിർന്ന CPI നേതാവ് ശ്രീ AK ബാലൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ AK ബാലൻ, നേരത്തെ ശശി തരൂർ സർക്കാരിനെ പ്രശംസിച്ച് സർക്കാരിന്റെ വ്യാവസായിക നയങ്ങളെയൊക്കെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. അത് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇപ്പോഴിതാ തരൂർ പറയുന്നത് തന്റെ സേവനം ആവശ്യമില്ല എങ്കിൽ മറ്റു വഴികൾ ഉണ്ട് എന്നാണ്. ആ വഴികളിൽ ഒന്ന് CPM ആയിരിക്കുമോ? കോൺഗ്രസിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു താക്കീതാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂര് ഒരു വലിയ ശത്രുവാണ്. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് മുതൽ അവരുടെ മനസ്സിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വന്നു പോയാൽ അതിന്റെ അപകടം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച ചിന്തയായിരുന്നു. ഇപ്പോഴുള്ള ഈ പ്രശ്നമില്ലായിരുന്നു എങ്കിൽ പോലും ശശി തരൂരിനോട് ഇതേ സമീപനം തന്നെയാണ് അവര് സ്വീകരിക്കുക. ശശി തരൂരിന്റെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന് നേട്ടമുണ്ടായി എന്നല്ലാതെ കോൺഗ്രസിന്റെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശശി തരൂര് തിരുവനന്തപുരത്ത് ജയിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട് UDFന്റെ വോട്ട് കൊണ്ട് മാത്രം കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അപ്പൊ ഈ ഒരു തലം, അനുകൂലമായ ഒരു തലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കാൻ സാധ്യതയില്ലേ, ഈ തോന്നലിലാണ് എല്ലാ ഗ്രൂപ്പുകളും അയാൾക്കെതിരായി തിരിഞ്ഞത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ ഓരോ ദിവസം കഴിയും തോറും കൂടുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനെ ശശി തരൂർ അംഗീകരിക്കുന്നത് CPMന്റെ ഏതെങ്കിലും രേഖകൾ വെച്ചുകൊണ്ടല്ല, CPMന്റെ പ്രമേയം വെച്ചുകൊണ്ടല്ല, ലോകാടിസ്ഥാനത്തിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുമുള്ള ആധികാരികമായിട്ടുള്ള രേഖകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ വ്യക്തിപരമായിട്ടല്ലല്ലോ അറ്റാക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഞങ്ങൾക്കെതിരായും ആ ലേഖനത്തിന്റെ അകത്ത്, ഞങ്ങളുടെ പാർട്ടിക്കെതിരായി, ഇടതുപക്ഷത്തിനെതിരായി ആ ലേഖനത്തിന്റെ അകത്ത് പല ഭാഗങ്ങളും ഉണ്ട്. അത് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ നേരിടുന്നത്. പക്ഷെ ഇവർ ചെയ്തെന്താ, അന്ന് മുതൽ ആദ്യമുണ്ടായിട്ടുള്ള ഈ ശശി വിരോധം ശക്തിപ്പെട്ടു. ഇപ്പോ എല്ലാ ഗ്രൂപ്പുകാരും ഇപ്പോ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് പലരും കളിക്കുകയാണല്ലോ. ആദ്യം KPCC പ്രസിഡന്റ് സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു പോകുമോ, ഈ ഒരു ആശങ്കയിലാണ് അദ്ദേഹത്തിനെതിരായിട്ട് കൂടോത്രം നടത്തിയത്. അത് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ കണ്ടുപിടിച്ചുകൊണ്ട് എന്റെ തലപൊട്ടിയില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് ഈ കോൺഗ്രസിന്റെ ഉള്ളിലുള്ള എത്രത്തോളം അപച്യുതിയാണ് പാർട്ടിക്ക് വന്നത് എന്നുള്ളതിന്റെ തെളിവാണിത്. കിടക്ക് തെരഞ്ഞെടുപ്പ് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പേഴ്സണൽ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ്. അപ്പൊ ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്ന ഒരു ധാരണ ആരേക്കാളും കൂടുതലുള്ളത് ലീഗിനാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ലീഗ് പോയി കാണുകയാണ്. തീർച്ചയായും ശ്രീ AK ബാലൻ, ഞാനിന്ന് ഇടപെടുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡുമായി ഇദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൽഹിയിലായിരുന്നു, നമ്പർ 10 ജൻപതിൽ ആയിരുന്നു, സോണിയാഗാന്ധിയുടെ വസതിയിലായിരുന്നു. ഒരു പക്ഷേ അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ ലേഖനവുമായി ശശി തരൂർ എത്തുന്നു എന്ന് പറയുമ്പോൾ തരൂർ കടുത്ത അതൃപ്തിയിൽ തന്നെ എന്നാണോ താങ്കൾക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്? അതെ, അത് യഥാർത്ഥത്തിൽ ഒരു പാർലമെന്റിലെ ഒരു ഷാൾവാർട്ടാണല്ലോ ശശി തരൂർ. കാര്യങ്ങൾ അപഗ്രഥിക്കുന്നതിലും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലും ശക്തമായിട്ടുള്ള ഒരു ഭാഷയും ആശയവും അദ്ദേഹത്തിനുണ്ട്. കോൺഗ്രസ് അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആക്ഷേപമായിരുന്നു. മാത്രമല്ല കോൺഗ്രസിന്റെ ഉള്ളിൽ പറയത്തക്ക രൂപത്തിലുള്ള
അപ്പൊ ആദ്യം തന്നെ അദ്ദേഹത്തിന് അസംതൃപ്തി ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം പറയുന്നത് തന്റെ സേവനങ്ങളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ തനിക്ക് വേറെ വഴിയുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നേരത്തെ KV തോമസിനെ പോലെയുള്ള ഒരു നേതാവ് CPM-ലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയാണ്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഒരു പക്ഷേ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാനാണ് തരൂർ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ CPM-ന്റെ ഭാഗമാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലൊക്കെ അതിനെ സ്വാഗതം ചെയ്യുമോ ശ്രീ AK ബാലൻ? അല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയും ഇല്ല, അതാദ്യം മനസ്സിലാക്കിക്കോളൂ. പക്ഷെ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന സ്വതന്ത്രമായിട്ടുള്ള നിലപാടിനോട് ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് യോജിപ്പാണ്. അത് ഏത് രൂപത്തിലാണ് മാറ്റത്തിന് വിധേയമാകുക, രൂപപ്പെടുക എന്നൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ സമീപനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുക. അദ്ദേഹം ഇന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും നിലപാടെടുക്കുന്ന ഒരാളാണ്. നാളെ അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ മൂന്നാമതും അധികാരം നഷ്ടപ്പെടുവാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന് തരൂർ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചയായി മാറും. വളരെയധികം നന്ദി ശ്രീ AK ബാലൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ വാർത്തയിലേക്ക്